എക്സൈസ് സഹകരണ മന്ത്രി എം ലിജുവിന് കോൺഗ്രസ് കൃഷ്ണപുരം നോർത്ത് മണ്ഡലം 169, 170 ബൂത്തുകളും 3-ാം വാർഡ് UDF കമ്മിറ്റികളും സംയുക്തമായി സ്വീകരണം നൽകി. KPCC ജനറൽ സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജുവിന് കൃഷ്ണപുരം നോർത്ത് കോൺഗ്രസ് മണ്ഡലം 169, 170 ബൂത്തുകളും 3-ാം വാർഡ് UDF കമ്മിറ്റികൾ എന്നിവയും സംയുക്തമായി സ്വീകരണം നൽകി. UDF സ്വീകരണ കമ്മിറ്റി ചെയർമാൻ നജമുദ്ദീൻ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. KPCC സെക്രട്ടറി എൻ രവി, 3-ാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ഗോപിനാഥനൻ, സ്വീകരണ കമ്മിറ്റി കൺവീനർ ബിജു ആനേടിത്തറയിൽ, മറ്റ് നേതാക്കളായ നസീർ എസ്, ബിജു തറയിൽ, മോഹനൻ പന്തപ്ലാവിൽ, അനിത മഹേഷ്, അസീസ്, വിഷ്ണു, സാബു പന്തപ്ലാവിൽ, കൊച്ചു ചെറുക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ചില സ്ഥലങ്ങളിൽ പാലങ്ങൾ പൊളിഞ്ഞു കിടക്കും, ചില സ്ഥലങ്ങളിൽ പുതിയ പാലങ്ങൾ പണിയാനുണ്ട്. ചിലത് ഇപ്പൊ കൃഷ്ണപുരത്ത് പുതിയൊരു പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരാം അല്ലെ, കൃഷ്ണപുരത്തിന് പുതിയ പോലീസ് സ്റ്റേഷൻ വേണമെന്നുള്ള എല്ലാവരുടെ ആവശ്യമാണ്. പാലങ്ങളൊന്ന് ഒരു പോലീസ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ വന്ന് നോക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. കൃഷ്ണപുരത്ത് പോലീസ് സ്റ്റേഷൻ നമ്മൾ അതിനുള്ള അനുമതി വാങ്ങിയെടുത്തിട്ടുണ്ട്. കൂടാതെ പ്രശ്നം വന്നപ്പോൾ അവിടെ ചികിത്സാ സഹായത്തിന്റെ അപേക്ഷ നൽകി. മറ്റു ചിലരെ സംബന്ധിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട അപേക്ഷകളാണ്. നിരവധി ആളുകൾ, വീടില്ലാത്ത നിരവധി ആളുകളുണ്ട്, സ്ഥലമില്ലാത്ത വീടില്ലാത്ത നിരവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പഠിച്ചിറങ്ങി വന്ന ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇതെല്ലാം തന്നെ നമുക്ക് ചെയ്തു തരണം. ഞാൻ അതിനായിട്ടൊരു സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബജറ്റിൽ തന്നെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി പണം അനുവദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനും അപ്പുറത്തൊരു നിരവധി റോഡുകളും കുറെ പാലങ്ങൾക്കും ഫയർ സ്റ്റേഷൻ, നമ്മുടെ തൊട്ടപ്പുറത്ത് ഫയർ സ്റ്റേഷൻ കൊണ്ടുവരാനും, കായംകുളം ഗേൾസ് സ്കൂളിന് 4 കോടി രൂപയുടെ വലിയ കെട്ടിടം കൊണ്ടുവരാനും ഇതൊക്കെയുള്ള ആദ്യഘട്ടത്തിൽ തന്നെ അനുമതിയാണ്. ഇതൊക്കെ തന്നെ നമുക്ക് പൂർത്തീകരിക്കണ്ടേ, സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കും. അതുപോലെ ചികിത്സാ സഹായം ആവശ്യമുള്ള ആളുകൾക്ക് പരമാവധി സർക്കാരിൽ നിന്നും അല്ലാതെയും ഒക്കെ ചികിത്സാ സഹായം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. CDNet ന്യൂസ്, കായംകുളം.